വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ് എവരിവൺ. നമ്മുടെ ഓല സ്കൂട്ടർ ശരിയായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് സർവീസ് സെൻറ്ററിൽ നിന്ന് കോൾ വന്നു. സോ വി ആർ ഗോയിങ് ബാക്ക് ടു കളക്ട് ഇറ്റ്. ഓക്കെ, സോ ദിസ് ടൈം ബില്ല് എത്രയാണെന്ന് പറയട്ടെ. 90,000 റുപ്പീസ് അടുപ്പിച്ചായിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ വാറണ്ടി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ ഈ പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വന്നേനെ. മൈ ഗോഡ്, എന്താ പറയാനാ. എന്തൊക്കെ മാറ്റിയെന്ന് പറയാം. അവർ പറഞ്ഞു മോട്ടോർ കൺട്രോൾ യൂണിറ്റ് MCU, പിന്നെ അതേപോലെ തന്നെ ബാറ്ററി, ഇത് രണ്ട് റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞു. സോ ടോട്ടൽ അറൗണ്ട് 90,000 റുപ്പീസ് അടുപ്പിച്ചാവും. കാരണം ബാറ്ററിക്ക് അറൗണ്ട് 75,000 റുപ്പീസും മോട്ടോർ കൺട്രോൾ യൂണിറ്റിന് അറൗണ്ട് 15,000 to 18,000 റുപ്പീസാവും. അപ്പം നമ്മൾ ബൈ റോഡിൽ കൂടെ കയറി ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോവുകയാണ്. കാരണം ഇവിടെയൊക്കെ ഈ വാഴമുട്ടൻ ജംഗ്ഷൻ, അതേപോലെ തന്നെ വെള്ളാർ ജംഗ്ഷൻ, അവിടെയൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് ക്രോസ് ചെയ്യാം, പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിസ്കി. ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ അല്ലേ. തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈവായിട്ട് നടന്നൊരു സംഭവം. അതുകൊണ്ട് ഒരു ചേച്ചി ഉണ്ടോ, ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ക്രോസ് ചെയ്ത് പോവാം. അപ്പുറത്താണെങ്കിൽ 2 പോലീസുകാർ ചുമ്മാ നോക്കുന്നു. അവർക്കിപ്പം S24 ക്യാമറയിൽ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ഇവരെയൊക്കെ ഇങ്ങനെ എൻകറേജ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ ഇടയ്ക്ക് ഇവിടെ ഒരു വയസ്സായ ഒരാൾ ഈ ഇടയ്ക്ക് ആക്റ്റീവ് അടിച്ച് മരിച്ചു പോയതാണ്. ഓക്കെ, സോ സോ വി ആർ ഗോയിങ് ദ ഫുൾ ചാർജ് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് അവർ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലത്തെ ഒരു പണി കിട്ടിയപ്പോഴത്തേക്ക് 20% ബാറ്ററി ആയിട്ടാണ് അവർ തന്നത്. സോ നമ്മുടെ വീട് അധികം ദൂരം അല്ലാത്തതുകൊണ്ട് ഉരുണ്ടങ്ങ് പോയി. ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അവിടെ നിന്ന് ചാർജ് ചെയ്യണ്ടേ. സോ എന്തായാലും സംഭവിച്ചു. നമുക്ക് ആകെ എന്താ പറയുക, ആ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിച്ചിരുന്നെങ്കിൽ അവർ 3000 രൂപ വാങ്ങിച്ചേനെ. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ പയ്യന്മാർ ചവിട്ടിത്തള്ളി കൊണ്ടുവന്നുകൊണ്ട് ആ പൈസ ലാഭിച്ചു. എന്തായാലും ഇവിടെ വന്ന് അവർ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ സ്റ്റാഫുകളുടെ കേസ് അറിയാമല്ലോ, അവർ പെട്ടെന്ന് പണ്ട് സ്പെയർ പാർട്സിനൊക്കെ കുറേ ലൈക്ക് എനിക്ക് തോന്നുന്നു അന്ന് അറൗണ്ട് 1 മന്ത് ഇവിടെ കിടന്നായിരുന്നു വണ്ടി. ഇപ്രാവശ്യം ജസ്റ്റ് ഒരു വീക്കിനകത്ത് വണ്ടി കിട്ടി. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ആക്ച്വലി ഫുൾ റീപ്ലേസ്മെൻറ്റ് നടന്നില്ലേ, ബാറ്ററിയും ബോർഡും. സോ ഇറ്റ്സ് ഫൈൻ. പിന്നെ ഇവരുടെ അടുത്ത് പിന്നെ എന്താ പറയുക, വാറണ്ടി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം ഓരോ സാധനത്തിനും ഇപ്പോൾ ചിലപ്പം ഡിസ്പ്ലേ ആയിരിക്കും, ചിലപ്പോൾ ആക്സിലേറ്റർ, ഇതിന് എല്ലാം നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ വീൽസ് എന്നല്ല പറയുന്നത്. ഓരോ സാധനത്തിനും 30,000, 20,000, 10,000 ഒക്കെ ആയിരിക്കും വില. പേഴ്സണൽ ലോണൊക്കെ എടുത്ത് നമുക്ക് ഇതൊക്കെ ശരിയാക്കേണ്ടി വരും ഈ വാറണ്ടി കഴിയുമ്പം. സോ വാറണ്ടിയെക്കുറിച്ച് ഞാൻ ഫ്രണ്ടിൽ സംസാരിച്ചപ്പോഴത്തേക്ക് 50,000 കിലോമീറ്റേഴ്സാണ് S1 പ്രോയ്ക്ക് എനിക്ക് ഈ വണ്ടിക്ക് വാറണ്ടി ഉള്ളത്. അത് നമ്മുടെ ഓല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, ഓല ക്യാബിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്ത് നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ലൈക്ക് 50,000 അല്ലെങ്കിൽ 5 years വാറണ്ടി ഉണ്ട്. ഇപ്പോൾ വണ്ടി 2 വർഷമായുള്ളൂ. സോ ഐ ക്യാൻ യൂസ് ലിറ്റിൽ ബിറ്റ് മോർ. അത് കഴിഞ്ഞ് എന്താവും എങ്ങനെയാവുമെന്ന് ഒരു പിടിയില്ല. ഹോപ്പ്ഫുള്ളി വേറെ സാധനങ്ങളൊക്കെ ഇനി അടിച്ച് പോയിരുന്നാൽ മതിയായിരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്റ്റാഫിനോട് ചോദിച്ചു, സ്റ്റാഫ് പറയുന്നത് ബ്രോ മൊബൈൽ ഫോൺ പോലെയാണ്, ചിലപ്പോൾ രാവിലെ ഓണായില്ല, അങ്ങനെ വരും. ഇവർക്കിത് ശരിയാക്കാൻ പറ്റത്തില്ല, ഉള്ളി റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനേ ഉള്ളൂ. സോ വണ്ടി കിട്ടി. ഫുള്ള് പൊടിയടിച്ച് ഡസ്റ്റായിട്ട് കണ്ടിരുന്നത്. അവർക്കൊരു ചെറിയൊരു നനഞ്ഞ തുണി വെച്ചെങ്കിലും ഒന്ന് തുടച്ച് തരാമായിരുന്നു. അറ്റ്ലീസ്റ്റ് സീറ്റെങ്കിലും ഒന്ന് തുടച്ച് തരാമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് കംപ്ലൈൻറ്റ്. കാരണം കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വിട്ടളാം. അപ്പം സോ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയാണ്. ഇറ്റ്സ് ഫൈൻ. ഞാൻ വീഡിയോ ഇതിപ്പം ഓഡിയോ കയറ്റുന്നത് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ്. സോ 2 ദിവസം ഞാൻ ഉപയോഗിച്ചു. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. സോ താങ്ക് ഗോഡ്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദി വീഡിയോ. യു ഗൈസ് റൈഡ് സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ട്രാവൻകൂർ പിസ്റ്റൻസ്. താങ്ക് യു.